കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനിയ ദൈവദാസനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പറയുന്നു. ഇങ്ങനൊരു സന്ദർഭം നല്ലവനായ കർത്താവ് ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയ ദേവദാസൻ പാസ്റ്റർ ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണുവാൻ ഞങ്ങൾക്കൊന്നിച്ച് ചില മിനിറ്റുകളായിരിക്കാൻ അവസരമൊരുക്കി. അദ്ദേഹം താമസിച്ച ഭവനത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ പറയാനിടയായി തീർന്നു. 11-ാം തീയതി ഒരു വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറുണ്ട്. അദ്ദേഹത്തിന് വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധം ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. അപ്പോൾ പാസ്റ്ററുടെ ചർച്ചിൽ ആരാധന സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുവാനിടയായത്. അപ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം, ഞാൻ ഇവിടെ നിങ്ങളുടെ ഇവിടുത്തെ സഹവിശ്വാസിയായിരിക്കുന്ന പ്രിയ ഞങ്ങൾ അച്ചുമോൻ എന്ന് വിളിക്കും, അനിൽ മാത്യൂസും ഫാമിലിയും അവരോടൊന്നിച്ച് ഇന്ന് പകൽക്കാലമായിരിക്കാൻ കർത്താവ് സമൊരുക്കി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 2ാമത്തെ പ്രാവശ്യമാണെന്ന് ആരാധനയുള്ള ബന്ധത്തെ ഞാൻ ഈ സഭയിൽ സംബന്ധിക്കുന്നത്. എൻ്റെ പേര് ബാബു കെ ജോൺ. ഞാൻ ശുശ്രൂഷയുടെ ബന്ധത്തിൽ 42ാമത്തെ വർഷത്തിലേക്ക് 41 കഴിഞ്ഞ് 42ലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ കൂടുതൽ സമയം 1988 മുതൽ ഡൽഹിയിൽ താമസിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവിനേക്ക് ഭാഗ്യമൊരുക്കി. ഞങ്ങൾ ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയപ്പെടുന്ന നോർത്ത് ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന, നോർത്ത് ഇന്ത്യ മാത്രമായി ഇപ്പോൾ ആന്ധ്രാപ്രദേശിലുമുണ്ട്. ഏകദേശം 14 സ്റ്റേറ്റിലായിട്ട് 165-170ഓളം സഭകൾ ദൈവദാസന്മാരുണ്ട്. നേപ്പാളിൽ ഞങ്ങളുടെ പ്രവർത്തനമുണ്ട്. ഞാനതിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ്. അപ്പോൾ തന്നെ വെസ്റ്റ് ഡൽഹിയിലെ ടാഗോർ ഗാർഡൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് എനിക്ക് ഒരു സഭയുണ്ട്. 2 ആരാധന ഇതുപോലെ സൺഡേയിൽ രാവിലെ. ഇപ്പോൾ സമയം അപ്പം അവിടെ തണുപ്പ് കാരണം സമയം മാറ്റിയിട്ടുണ്ടെങ്കിലും 9:30 മുതൽ 12 വരെ മലയാളവും പിന്നെ 12:30 മുതൽ ഹിന്ദി സർവീസ് നടക്കുന്നു. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് പോന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കി. സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് ഞങ്ങളെ പരിപാലിക്കുന്നു. എൻ്റെ വൈഫുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് 2 മക്കൾ, എൻ്റെ മോൻ പിന്നെ മോള്, ഒരു ഫാമിലി ഉണ്ട്. മോളുടെ വിവാഹം കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുവാൻ അതിൽ വലിയ സന്തോഷമുണ്ട്. അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷകൾ അനുഭവിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ യാദൃശ്യമായി മാത്രമേ ഇങ്ങനെ കേരളത്തിൽ വരാറുള്ളൂ. വന്നാൽ തന്നെ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളും ലഭിക്കാറുള്ളൂ. സ്തോത്രം. കർത്താവ് ഇന്ന് ഈ നല്ല സന്ദർഭത്തിൽ ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കിയതോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ധൃതഗതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 41 വർഷം കഴിഞ്ഞു കർത്താവിൻ്റെ പേരെയുള്ള ബന്ധത്തിൽ. അന്ന് മുതൽ ഇന്ന് വരെയും ചെറുവരോടും വലിയവരോടുമൊക്കെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ പ്രസംഗിപ്പാൻ കർത്താവിനേക്ക് ഭാഗ്യമൊരുക്കൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലും ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയിലെല്ലാം കടന്നുപോയി കർത്താവിനെ സാക്ഷീകരിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി കർത്താവിനെ പ്രസംഗിപ്പാൻ കർത്താവിനേക്ക് ഭാഗ്യമൊരുക്കി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളും ഞാൻ വളരെ ആധികാരികമായി വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തൊരു ആത്മീക ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആധാരമായിട്ടൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 85-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വേദഭാഗം. 85-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. മതി. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിലുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാം വേദപുസ്തക സംബന്ധമായിട്ട് വളരെ അറിവുള്ളവരായിരിക്കാൽ കൂടുതൽ ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സ്തോത്രം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാം വിശ്വാസ ജീവിത യാത്ര ചെയ്യുന്നവരാണ്. സ്തോത്രം. നമ്മുടെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ യാത്ര അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടുകൂടെ, അല്ലെങ്കിൽ യേശുവിൻ്റെ 2ാമത്തെ വരവോടുകൂടെ നമ്മുടെ യാത്ര അവസാനിക്കുക. അതുവരെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം,
നമ്മുടെ ഈ യാത്രയെ കൃത്യതയോടുകൂടെ ശ്രദ്ധിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ടെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യേശു കർത്താവിന്റെ കർത്താവിന്റെ ദാസൻ സങ്കീർത്തന ധ്യാനത്തോട് ബന്ധത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ നമുക്ക് ലഭ്യമായതും അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്നതായിട്ടുള്ള ഒരു കാര്യം നിത്യതയാണ്. സ്തോത്രം. ബാക്കി എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നിത്യതയിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാരംഭമായി പറഞ്ഞ പോലെ നമ്മുടെ യാത്രയെ കൃത്യതയോടെ നോക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണല്ലോ, അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി നമ്മുടെ യാത്രയെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ടെന്നുള്ള ചിന്ത നമ്മൾ എപ്പോഴും ഭരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇതിനോട് ബന്ധപ്പെടുന്ന കാര്യം പറഞ്ഞാൽ, ഇസ്രായേൽ ജനത്തിൻ്റെതാകുന്ന മരുഭൂമി യാത്ര വളരെ പ്രസിദ്ധമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാനത് ദീർഘനാളുകൾ ഇങ്ങനെ എൻ്റെ സഭകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് പ്രസംഗിക്കാറുണ്ട്. സ്തോത്രം. നമുക്ക് വേദപുസ്തകം സംബന്ധമായ അറിവുള്ളവർക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമി അടിമത്തിൽ കിടന്ന സമയത്താണ് സ്വർഗസ്വനാകുന്ന ദൈവം മോശയിലൂടെ അവരെ വിടുവിച്ചെടുത്ത് ആബീബ് മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവരെ വിടുവിച്ചവിടുത്ത് പുറത്തു കൊണ്ടുവരിക. റമസേസിൽ വന്നതിന് ശേഷമായി അവരുടെ പിതാവായ അബ്രഹാമിനോട് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ 4ാമത്തെ തലമുറയെ ഞാൻ അവിടെ വാഗ്ദത്ത കനാലിൽ കൊണ്ടെത്തിക്കുമെന്ന്. സ്തോത്രം. അതനുസരിച്ച് അവരുടെ യാത്ര തുടർന്നു. ഞാനതിന് വാക്യങ്ങൾ പറയുന്നില്ലെങ്കിൽ പറഞ്ഞങ്ങ് പോകാം. അവരുടെ യാത്ര സുക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ടതായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 40-ൽ പരം സ്ഥലങ്ങളിൽ 40-ൽ പരം 42-43-ൽ പരം സ്ഥലങ്ങളിൽ താമസിച്ച് നീണ്ട 40 വർഷം കൊണ്ട് അവർ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. എന്നാൽ വളരെ ചിന്തനീയമായ കാര്യവും നമുക്ക് പാഠമാക്കേണ്ടതുമായിട്ടുള്ള ഒരു വലിയ സംഭവം ആ യാത്രയിൽ ഉണ്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. എന്നതുപോലെ തന്നെ ഇവരുടെ യാത്ര പോലെ തന്നെയാണ് നമ്മുടെയും യാത്ര തുടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ആബീബ് മാസം 14-ാം തീയതി കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച് അന്ന് യാത്ര പുറപ്പെട്ടെങ്കിൽ നമ്മുടെ യാത്ര തുടർന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന്. ഹല്ലേലൂയ. എന്ന യേശു നമ്മുടെ ഉള്ളിൽ വന്നുവോ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി നമ്മൾ സ്വീകരിച്ചുവോ, അന്ന് മുതൽ നമ്മുടെ യാത്രയും തുടർന്നു കഴിഞ്ഞു. യാത്ര ചെയ്ത് നമ്മൾ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി എത്ര നാളുണ്ട് യാത്ര അവസാനിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ ഇന്നത്തെ ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നൊരു കാര്യം, യാത്ര തീരുവാൻ സമയമാസന്നമായി എന്നുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ആ ചിന്ത ദൈവജനത്തെ ധാരാളമായി ഭരിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളും വന്നിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, യാത്ര പുറപ്പെട്ട അന്ന് മുതൽ ഈ ജനത്തിൽ ശ്രദ്ധിക്കുന്ന, നമുക്കറിയാമല്ലോ, 1-2 ആൾക്കാരൊന്നുമല്ല. ദൈവത്തിൻ്റെ ദാസന്മാർ വേദപരിതാക്കൾ പറഞ്ഞ് കുറഞ്ഞത് 10-25 ലക്ഷം ആൾക്കാരുണ്ടെന്ന. സ്തോത്രം. ആ ജനത്തെ മുഴുവനും എൻ്റെ ദൈവം കൃത്യതയോടെ ശ്രദ്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ നേതാവിൻ്റെ, ഒറ്റ ശുശ്രൂഷകന്റെ നേതൃത്വത്തിൽ ഇത്രയും ജനം അന്ന് യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങളെ ഇപ്പം ഇവിടുത്തെ ആരെയും കാണുന്നത്, എനിക്കാണ് 2 അസോസിയേറ്റ്സ് ഉണ്ട് എൻ്റെ ചർച്ചിൽ. എനിക്ക് 2 സഹോദരന്മാർ എൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഓരോ അസോസിയേറ്റ്സും ഇല്ലാതെ ഒരൊറ്റ ദൈവദാസൻ മോശ ഈ ജനത്തെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സംഭവിച്ച കാര്യം എന്ന് ചോദിച്ചാൽ, ഇവരുടെ വിശ്വാസ ജീവിത യാത്ര ചെയ്തവർ മുമ്പോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, ഇവരുടെ ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികൾ, ഓരോരോ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇവർ ദൈവസന്നിധിയിൽ ദൈവത്തിനെതിരായി പിറുപിറുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ സമയങ്ങളിലൊക്കെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ രക്ഷിച്ചവനായ സർവശക്തനായ ദൈവത്തെ അവർ പലപ്പോഴും മറന്നു പോകുന്നു, മറന്ന് സംസാരിക്കുന്നതായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ജനം ഇന്ന് പകൽക്കാലം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ പരാജയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവരുടെ ഈ ജീവിതത്തിൽ വന്നതാകുന്ന
പരാജയത്തെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ് നമുക്കൊരു ബുദ്ധി ഉപദേശമായിട്ട് തന്നിരിക്കുന്നത് നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുവാൻ കഴിയുക. ആ ആ ആ അവരെല്ലാവരും മോശയോട് ചേർന്നു. പക്ഷെ നമ്മൾ ചേർന്നത് മോശയോടല്ല, യേശുവിനോട് നമ്മൾ ചേർന്നുവെന്നാണ്. ഹല്ലേലൂയ. നമ്മൾ യേശുവിനോട് ചേർന്നു. എന്നിട്ട് അടുത്തത് എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവിടെ യാത്ര പുറപ്പെട്ട അന്ന് മുതൽ അവരെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു ആത്മീക പാറയുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ കുടിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു, യാത്ര ചെയ്തുകൊണ്ടിരുന്ന. എന്നാൽ വളരെ ദുഃഖത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്, ആത്മീയ പാനീയം കുടിച്ചു, അവനെ അനുഗമിച്ച ആ പാറ ക്രിസ്തുവായിരുന്നു. എന്നിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ദുഃഖത്തോടുകൂടെ അവിടെ ഒരു കാര്യം പറയുകയാണ്. വായിച്ചാൽ കേട്ടോ, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ദൈവിക നന്മ അനുഭവിച്ച് നീണ്ട 40 വർഷം ദൈവം കൊടുത്തതായ ഓരോ നന്മ അനുഭവിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടവരാണ്. വേദവസം പഠിക്കുക, നമുക്കറിയാമല്ലോ, നീണ്ട 40 വർഷവും ദൈവം കൊടുത്തതാകുന്ന മന്ന ഭക്ഷിച്ചവർ യാത്ര ചെയ്തു, ദൈവം കൊടുത്ത വെള്ളം കൊടുത്തവർ കുടിച്ചവർ യാത്ര പുറപ്പെട്ടു. അങ്ങനെ ചോദിച്ചതെല്ലാം കൃത്യതയോടെ ദൈവം കൊടുത്തു. അങ്ങനെ യാത്ര പുറപ്പെട്ടു. പക്ഷേ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. സ്തോത്രം. നമ്മുടെ തിരഞ്ഞെടുപ്പ് ഒരു വലിയ വിഷയമാണ്. ഈ സങ്കീർത്തനത്തിൽ ഭാഗത്ത് പറയുന്നുള്ളൂ, ഞാൻ ശേഖേമിനെ വിഭാഗിച്ച് സൂക്കോത്ത് താഴ്വരെ അളക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശേഖേമിനെ വിഭാഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശേഖേം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽപ്പെടുന്ന സങ്കേത നഗരങ്ങളിൽ ഒന്നാണ്. സങ്കേത നഗരം യേശുവിന് ദൃഷ്ടാന്തമായി നിൽക്കുകയാണ്. യേശു ഇതിനെ വിഭാഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഭൂമിശാസ്ത്രമായ ചിന്തയുണ്ട്. ജെറുസലേമിൽ 40 മൈൽ വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ ശേഖേം എന്ന പട്ടണത്തിലെത്താം. എന്നിട്ട് അതൊരു വഴിത്തിരിവാന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 സ്ഥലത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി ദൈവത്തിൻ്റെ ദാസനാകുന്ന മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഗെരിസീം മലയിൽ വെച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ ഏബാൽ പർവ്വതത്തിൽ വെച്ച് അവർക്ക് ശാപം പ്രസ്താവിക്കണം. ചുരുക്കം പറഞ്ഞാൽ ശേഖേമിൽ വന്നു കഴിയുമ്പോൾ 2 വഴികളുണ്ട്. ഒന്ന് ഗെരിസീമിലേക്കും ഒന്ന് ഏബാലിലേക്കും. എന്ന് പറഞ്ഞാൽ ഗെരിസീം അനുഗ്രഹത്തെ കാണിക്കുന്നു, അനുഗ്രഹത്തിൻ്റെ വഴി കാണിക്കുന്നു, അല്ലെങ്കിൽ ഏബാൽ ശാപത്തെ കാണിക്കുകയാണ്. ഇനി നമുക്കറിയാവുന്ന മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ, യേശുവാകുന്ന ശേഖേമിൽ വന്നൊരു വ്യക്തി ഈ മുൻപിൽ കാണുന്ന 2 വഴിയിൽ ഒരു വഴി തിരഞ്ഞെടുത്തേ മതിയാകത്തുള്ളൂ. യേശു തന്നെ പറഞ്ഞല്ലോ 2 വഴിയെ കുറിച്ച്. അല്ല, ഒരു വഴി എന്ന് പറയുന്നത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. അതിലൂടെ ചുരുക്കം പേര് മാത്രം കടന്നു പോകുന്നു. വെട്ടിപ്പുറം ഫിലിപ്പ് എന്ന് പറഞ്ഞ ദേവദാസൻ പാട്ട് എഴുതിയല്ലോ, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിത് കടന്നിടുമോ, കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഇതല്ലോ മോക്ഷ വഴി. ഹല്ലേലൂയ. ഇടുക്കമുള്ള വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ വിശാലമായൊരു മറ്റൊരു വഴിയുണ്ട്. ഹല്ലേലൂയ. ആ വഴിയിൽ അനേകര് പോകുക. പലപ്പോഴും നമ്മൾ യേശു രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ തിരഞ്ഞെടുക്കുന്ന വഴി പലപ്പോഴും എൻ്റെ ഒരു ചിന്തയിൽ പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റാറുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും അനുഗ്രഹത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലേക്ക് പലരും പോകാതെ ഹല്ലേലൂയ ശാപത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന അവസ്ഥ ഇന്നത്തെ ആത്മീക ലോകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹോദരങ്ങളെ, ഒരേ ആത്മീയാഹാരം തിന്ന് ഒരേ ആത്മീയ പാനീയം കുടിച്ച് അല്ലെങ്കിൽ യാത്ര പുറപ്പെട്ട് അവരെ കുറിച്ച് പറയുകയാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല.
ആ ദൈവപ്രസാദം ലഭിക്കുവാൻ തടസ്സമായി വന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. എന്നാൽ എന്തിനാണ് പൗലോസ് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിയത്? അതാണ് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ച 10-ാമത്തെയും 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം എന്ന് പറഞ്ഞാൽ യുഗാവസാനം, ഹല്ലേലൂയ, കൃപായുഗത്തിന്റെ അവസാനം വന്നെത്തിയിരിക്കുന്ന. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ യുഗത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുക. കൃപായുഗത്തിന്റെ അവസാനം എന്ന് പറയുന്നത് യേശുവിന്റെ 2ാമത്തെ വരവാന്ന് മനസ്സിലാക്കണം. അല്ലെ, ആ എത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ്. പഴയ നിയമത്തിലെ സംഭവത്തെ സവിസ്തരമായി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിക്കൊണ്ട് പറയാ, പുതിയ നിയമ വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്. ഇസ്രായേലിന് സംഭവിച്ചത് പുതിയ നിയമസഭയിൽ പുതിയ നിയമ വിശ്വാസികൾക്ക് സംഭവിക്കരുത് എന്നുള്ള കാര്യം വളരെ ആധികാരികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വിടുന്ന കാര്യം, പ്രിയപ്പെട്ടവരെ, യാത്ര പുറപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ അവരെ ഇങ്ങനെ സ്വർഗസ്ഥനാകുന്ന ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ ഇതിൻ്റെ ഞാൻ അവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ, കർത്താവേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം ഒന്ന് മതിയാക്കുമാറാകണമേ. ഒരു സങ്കീർത്തന ഒരു വാക്യം വായിച്ച 38-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഭാഗമുണ്ട്, നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിന് ഒരു സൗഖ്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനതിന് 2 വ്യാഖ്യാനങ്ങൾ പറയാം. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ ശാരീരിക രോഗമോ കാര്യങ്ങളൊക്കെ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നും അത്ഭുത രോഗശാന്തി വിശ്വസിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന ആളാണ്. സ്തോത്രം. മരണത്തെ മുഖാമുഖമായി കണ്ട് സ്തോത്രം കർത്താവിലുള്ള സൗഖ്യം പ്രാപിച്ച ഇന്നും ഇവിടെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം തിന്നുപോയി. ഡോക്ടർ എൻ്റെ വൈഫ്, ഞങ്ങൾ മരുന്ന് കഴിക്കത്തില്ല. അങ്ങനെ ആ സമയങ്ങളിൽ എന്നെ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം അന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ വേണം പെട്ടെന്ന് മാറ്റാനായിട്ട്. ഞാൻ അന്നൊന്ന് 2 ലക്ഷം രൂപ കണ്ടിട്ട് പോലുമില്ല. എന്നോട് പറയും 2 ലക്ഷം രൂപ വേണമെന്ന്. സ്തോത്രം. അങ്ങനെ ഞാൻ ഒരാഴ്ചത്തെ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിൽ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ വെങ്കടേശ്വര റാവു എന്ന് പറയപ്പെടുന്ന ഡോക്ടറുടെ അടുത്ത് കാണിച്ചു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, അയ്യാ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് മെഡിസിൻസൊക്കെ തന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ടുപോകാനിടയായി. ഒരു വെള്ളിയാഴ്ച അദ്ദേഹം അപ്പോയിൻമെൻ്റ് അവരെടുത്തു. സ്തോത്രം. എന്നെ അവിടെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു. രാവിലെ ഞാൻ എഴുന്നേറ്റന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇത്ര വർഷമായി നിന്റെ നിയമപ്പെട്ടം വഹിക്കുന്നൊരു വ്യക്തിയാണ്. 1, എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയൊന്നുമില്ല. 2, സ്തോത്രം, കർത്താവേ, എനിക്ക് ഇങ്ങനൊരു അസുഖക്കാരനായി നിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുവാണ്. സ്തോത്രം. നിരന്തരമായി ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്ഥലത്തിലൊക്കെ 3 ദിവസം കൂടി 20 മണിക്കൂർ പ്രസംഗിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന ആളിന് ഇങ്ങനൊരു വയ്യാത്ത രീതിയിൽ പറ്റുമോ? ഞാൻ ദൈവത്തിന് പറഞ്ഞു, അതുകൊണ്ട് കർത്താവ് ഞാൻ പോകുകയാണ്. പക്ഷേ ഇന്നത്തെ ടെസ്റ്റ് എനിക്ക് അത് TMT എന്ന ടെസ്റ്റാണ്. അതെനിക്ക് ഫേവറായി വരണം. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവരെ എന്നെ കൊണ്ടുപോയി ആ മെഷീനിൽ കയറ്റി നിർത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡോക്ടർ എന്നെ ചേംബറിലേക്ക് വിളിച്ചു വന്നിട്ട് എൻ്റെ ടെസ്റ്റെല്ലാം ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ എഴുതി വെച്ചു, ഓൾ ദ റിപ്പോർട്ട് ഈസ് നോർമൽ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തന്ന മെഡിസിൻസ് എല്ലാം തിരികെ മേടിച്ചു. സഹോദര, 3 അഡ്വൈസ് തന്നു. എല്ലാം റെഗുലർ വാക്കിങ് ചെയ്യണം, ഇത് കഴിക്കരുത്, നോൺ വെജ് അധികം കഴിക്കരുത്. സഹോദര, എൻ്റെ വെയിറ്റ് കുറയ്ക്കണമെന്നും പറഞ്ഞു. സഹോദരം, ഇന്നും അത് കൃത്യതയോടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ ഡെയിലി റൂട്ടീൻ ആരംഭിക്കുന്ന 2 മണിക്കൂർ ഞാൻ നടക്കാറുണ്ട്. സഹോദര, ഡൽഹിയിൽ ഈ തണുപ്പത്തും ഞാൻ നടന്നുകൊണ്ടിരിക്കും. സഹോദരം, ഞാൻ പറഞ്ഞു വന്ന കാര്യം, 2 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 1300
പുറകിൽ എനിക്ക് കാര്യം നടന്നു. സ്തോത്രം. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് അതുപോലെ വിശ്വസിക്കാം. മരണത്തെ മുഖാമുഖമായി കണ്ട മരണത്തിൻ്റെ ആ കുരിൽ താഴെ കൂടി കടന്നുപോയി വ്യക്തിയാണ് ഞാൻ. എൻ്റെ വൈഫിനോടും കുഞ്ഞുങ്ങളോടൊക്കെ യാത്ര പറഞ്ഞതാ. അവിടുന്നും കർത്താവിനെ സൗഖ്യമാക്കി ഇന്ന് പകൽക്കാലം ഇവിടെ ആക്കിയിരിക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞു അതൊരു ഭാഗം. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ, ചില അസുഖങ്ങൾ വന്നു ഭവിപ്പാനുള്ള കാരണം പാപമാണെന്നുള്ള സത്യം തന്നെയാണ്. പോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇന്നത്തെ പല സഭകൾ, ഇവിടുത്തെ കാര്യമല്ല, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സഭകൾ പലതും രോഗാതുരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സഭ ശരീരമാണല്ലോ, യേശുവിൻ്റെ ശരീരമാണല്ലോ സഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനേക സഭകൾ രോഗാതുരമായി കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ പിന്നിലുള്ള കാരണവും ഈ നീരസം ദൈവത്തിൻ്റെ നീരസമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിനൊരു സൗഖ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് മുമ്പോട്ട് പോയി അവസാനിപ്പിക്കുക. നീണ്ട 40 വർഷത്തെ വിശ്വാസ ജീവിത യാത്രയിൽ എൻ്റെ ദൈവം ഇവരെ നോക്കിക്കൊണ്ടേയിരിക്കുകയാ. ഹല്ലേലൂയ. നമ്മളൊരു പാട്ട് പാടുന്ന പഴയ കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്ന്, കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്ന്, തൻ്റെ കണ്ണുകൊണ്ട് എന്നെ നടത്തിടാമേ ഓർത്താതിമോദ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ കണ്ണുകൊണ്ട് എന്നെ നടത്താമെന്ന്. ഹല്ലേലൂയ. യാത്ര പുറപ്പെട്ട അന്ന് മുതൽ ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ എന്നെ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുക. അവൻ നോക്കിക്കൊണ്ടിരിക്കുക. നാം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ നിന്നെ നടത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത്, അവൻ ഒരു കാരണവശാലും മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. അവൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മെ നടത്തി ഈ 2025 ഇന്നേ വരതയും കൊണ്ടുവരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ചിന്തിക്കേണ്ട, നമ്മളൊന്ന് ശോധന ചെയ്യേണ്ട കാര്യം, ദൈവമേ നിന്റെ നീരസമേറ്റെടുത്താണോ ഞാൻ ഇതുവരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ശോധന ചെയ്യണം. ഞാൻ വിശ്വാസത്തിൽ വന്ന് ഇത്ര വർഷമായി, ശുശ്രൂഷ ഇത്ര വർഷമായി, കാര്യം ശരിയാ. പക്ഷേ ഇന്നു വരെയുള്ള യാത്ര ഹല്ലേലൂയ നമ്മളും തിരിഞ്ഞു നോക്കിയാൽ ദൈവസന്നിധിയിൽ ഒന്ന് ചോദിക്കണം, കർത്താവേ നിന്റെ നീരസം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെങ്കിൽ എന്നോടുള്ള നിന്റെ നീരസം നീ ഒന്ന് മതിയാക്കണമേ. മതി കർത്താവേ, മതി. ഇനി എനിക്ക് പറ്റത്തില്ല. നിന്റെ നീരസം എന്നോടൊന്ന് മതിയാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്യം പെട്ടെന്ന് വായിച്ചു വിടാം. ഞാൻ കഴിഞ്ഞ ഹല്ലേലൂയ ഒരാഴ്ച ഹല്ലേലൂയ ശുശ്രൂഷിച്ച പല സ്ഥലങ്ങളിലായി ശുശ്രൂഷിച്ചൊരു വാക്യമാണ് യോബിന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. യോബ് 36:11. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നമ്മൾ 2025 13-ാമത്തെ ദിവസം ജനുവരി 13 നമ്മൾ പ്രവേശിച്ചിരിക്കുക. നമുക്കറിയാം ഒരു വർഷത്തിന് 365 ദിവസമാണുള്ളത്. ഈ വചനപ്രകാരം ഞാൻ ഇങ്ങനെ പറയാം, നമ്മൾ ഓരോ ദിവസവും ഭാഗ്യമുള്ളതാകണമെങ്കിൽ, ക്ഷേമമുള്ളതാകണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ച് പോകണം. അങ്ങനെ വരുമ്പോഴാ 2025 എന്ന് പറയപ്പെടുന്ന വർഷം നമുക്ക് ആനന്ദമുള്ള വർഷമായി തീരും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, 2025 ആനന്ദമുള്ള സഭയാകട്ടെ. ഹല്ലേലൂയ. 2000 നമുക്കറിയാമല്ലോ, കൊറോണ സമയത്ത് ആ വർഷത്തിൻ്റെ 31 മുമ്പുള്ള ഒരേ ആഴ്ച ഞാൻ സഭയിൽ ഉപവാസ പ്രാർത്ഥനയാണ് നടക്കുക. അപ്പോൾ ഞാൻ ആ ദൈവസഭയോട് പറഞ്ഞു, ഉപവാസ
വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എസ്ര അഹവയാറ്റിൻ്റെ അടുക്കൽ വെച്ച് തനിക്കും തന്നെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭകരമായ യാത്രയ്ക്ക് വേണ്ടി ഉപവാസം പ്രസംഗം ചെയ്ത് ആ വിഷയത്തെ ആസ്പദമാക്കി ഒരാഴ്ച അല്ലെങ്കിൽ 2 സെഷനിലായി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കൊറോണ തുടങ്ങുന്നത്. സ്വതന്ത്രം. അപ്പോൾ എൻ്റെ വിശ്വാസികൾ സഹോദരന്മാർ അവർ വിക്രമന്മാരായ ചില സഹോദരന്മാരുണ്ട്. അവരെന്നോട് വന്ന് ചോദിച്ചു, പാസ്റ്റർ പറഞ്ഞ് ശുഭകരമായ യാത്രയായിരിക്കുമല്ലോ ആണെന്നല്ലോ, പക്ഷേ ഇപ്പം ഇങ്ങനെ ആയല്ലോ ഭാഷയെന്ന്. സഹോദര, അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. അന്ന് നിങ്ങളെ കണ്ട് ഡൽഹി പട്ടണത്തിൻ്റെ ഓരോ തെരുക്കോണുകളിലും പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കളുടെ അവിടെ ശവദാഹം നടക്കുന്ന സിമിത്തേരികളിൽ ആ ബോഡിയും കിടത്തിക്കൊണ്ടും നീണ്ട കിലോമീറ്റർ കണക്ക് ബോഡിയായിട്ട് നിൽക്കുകയാണ്. കാരണം ഇതിനകത്തൊന്ന് കയറി ഇതൊന്ന് ദഹിപ്പിക്കാനായിട്ട്. നമ്മൾ അന്നത്തെ ക്രിസ്ത്യൻസിൻ്റെ ആരെങ്കിലും മരണപ്പെട്ട് മംഗോളിപ്പിരി എന്ന സ്ഥലത്താണ് ക്രിസ്ത്യൻ സെമിത്തേരി. അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ആംബുലൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ചർച്ചിൽ നമ്മുടെ ഇവിടെ എത്ര സഹോദരന്മാർക്ക് അല്ലേ കൊറോണ വന്നു. ഹല്ലേലൂയ. എത്ര പേർ കൊറോണ വന്നു? ഏതെങ്കിലും മരണം നമ്മുടെ സഭയിൽ സംഭവിച്ചോ? ഹല്ലേലൂയ. ഞാൻ പറയും, ഇതാ ശുഭകരമായ യാത്ര. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം കൂടെ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങളെല്ലാം സൂമിലൂടെ മീറ്റിംഗ് നടക്കുക, സംഭവങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കൃപയാൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനെ പറയട്ടെ, ഒരൊറ്റ മരണം പോലും ആ അസുഖം നിമിത്തമായി ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരോട് പറഞ്ഞു, ഇതാണ് ശുഭകരമായ യാത്ര. അല്ലാതെ പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല, ഭാരങ്ങളില്ലാതെയുള്ള യാത്രയല്ല ശുഭകരമായ യാത്ര. വിശ്വാസ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരും, ഭാരങ്ങൾ കടന്നു വരും. അതിൻ്റെ മധ്യത്തിൽ ദൈവം കരം പിടിച്ചു നടത്തുന്ന യാത്രയാണ് ശുഭകരമായ യാത്ര. ഹല്ലേലൂയ. ഈ 2025 ഇവിടെയുള്ള ദൈവമക്കൾക്കും ഈ ആണ്ട് ആനന്ദമായി തീരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ കർത്താവ് നീണ്ട 40 വർഷവും ഇവരെ നോക്കി കൃത്യതയോടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അവസാനം എൻ്റെ കർത്താവ് ഹല്ലേലൂയ ഇപ്രകാരം അവരെക്കുറിച്ച് ഒരു പ്രസ്താവന ചെയ്ത് നമുക്ക് വളരെ സങ്കടത്തോടും വളരെ ഭയത്തോടും നമ്മൾ കാണേണ്ടതാണ്. 95-ാം സങ്കീർത്തനം നമുക്ക് എവർക്കും അറിയാവുന്ന വാക്യമാണല്ലോ. 10-ാമത്തെ വാക്യം വായിച്ച 10ഉം 11-ാമത്തെ വാക്യം. 40 തലമുറയോട് എനിക്ക് നീരസമുണ്ടായിരുന്നു. അപ്പൊ ചിന്തിച്ച്, യാത്ര പുറപ്പെട്ട അന്ന് മുതല് ഞാൻ പറഞ്ഞല്ലോ, സുക്കോത്തിൽ ആബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രി സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട അന്ന് മുതല് എൻ്റെ ദൈവം നീണ്ട 40 വർഷവും ഈ ജനത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെക്കുറിച്ച് പറയുകയാണ്, ഈ 40 വർഷവും എനിക്ക് ജനത്തോട് നീരസമായിരുന്നു. നമ്മുടെ ഭാഷയപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, കർത്താവിന്റെ മന്ന ഭക്ഷിച്ചവനാ, വെള്ളം കുടിച്ചവരാ, എല്ലാം ശരിയാ. പക്ഷെ ദൈവം അവസാനമായി പറയുക, ഈ 40 ആണ്ടും ഈ ജനത്തോട് എനിക്ക് നീരസമായിരുന്നു. എന്നിട്ട് പറയുന്നത്, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ്, നമ്മെ വ്യക്തമായി അറിയുന്ന കർത്താവ്, ആ കർത്താവ് നോക്കിക്കൊണ്ട് പറയാ, ഇവരുടെ സ്വഭാവം ഇവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമാ. ഹൃദയത്തിന് സ്ഥിരതയില്ലാത്തവരാണ്, ഹൃദയത്തിന് ഉറപ്പില്ലാത്തവരാണ്, തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമൊന്നും എൻ്റെ വഴികളെ. നീണ്ട 40 വർഷം കൊണ്ടും ദൈവത്തിൻ്റെ വഴിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ. ഞാൻ ഷേഖേമിനെ വിഭാഗിച്ച് സൂക്കോത്ത് താഴ്വരെ അളക്കും. അല്ലെങ്കിൽ എൻ്റെ വഴി ഇതുവരെയും മനസ്സിലാകാതെ, എൻ്റെ വഴിയെ ഇതുവരെയും പോകാതെ നീണ്ട 40 വർഷവും ജനം എങ്ങനെ പോകുക? അവസാനം കർത്താവ് ഒരൊറ്റ തീരുമാനം. അടുത്ത വാക്യം മോളെ. ആകയാൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഭയത്തോടെ കേൾക്കേണ്ട വചനം, ഭയത്തോടെ മനസ്സിലാക്കേണ്ട വചനം, ഹല്ലേലൂയ, ഭയത്തോടെ ചിന്തിക്കേണ്ട ഭാഗമാ. എൻ്റെ ദൈവം പറയാ, ഈ ജനം എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന്. ഹല്ലേലൂയ.
എന്നാൽ കർത്താവിൻ്റെ ആ നോട്ടത്തിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു നീണ്ട 40 വർഷവും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ആ നോട്ടത്തിൽ 2 പേരുടെ മേൽ കർത്താവിൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു. ഹല്ലേലൂയ. ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും 2 പേരുടെ മേൽ കർത്താവിന്റെ കണ്ണുകൾ ഉടക്കി നിന്നു. അത് മറ്റാരുമല്ല, ദൈവത്തോട് പറ്റി നിന്നതായ, ദൈവ സാന്നിധ്യത്തോട് പറ്റി നിന്നതായ കാലേബും ജോഷുവയും അവരാണ് ശേഷിപ്പ്. പൗലോസിന്റെ ഭാഷ പറഞ്ഞ കൃപയാൽ ഈ കാലത്തിലും ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. വെരി സ്മോൾ റെമനന്റ്, അത്യല്പമായ ഒരു ശേഷിപ്പിച്ച്. ഹല്ലേലൂയ. 2 പേര്. പക്ഷെ പിന്നീട് വാഗ്ദത്ത കനാലിലെത്തിയത് പുറപ്പെട്ട ഈ 2 പേരൊഴികെ ആരും കയറിയില്ല. പിന്നീട് പുതിയ തലമുറയാ കയറിയത്. നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ആ തലമുറ, പഴയ തലമുറ വെറും 2 പേര്. ഹല്ലേലൂയ. നമുക്ക് നിത്യത നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നിത്യതയിൽ എത്തണമെന്നൊന്നുമില്ല. ജീവിതം ശരിയല്ലെങ്കിൽ, ഹല്ലേലൂയ, പണ്ടൊക്കെ പള്ളിയിൽ ഒരു പാട്ട് പാടും, ജീവിതമെന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കുണ്ടോ. ഇപ്പോഴും പാടുക, ജീവിതമൊന്നും. ഞാൻ പറഞ്ഞു വിടുന്ന കാര്യം, കാലേബിനെയും ജോഷുവയുടെയും മേൽ കർത്താവിന്റെ കണ്ണുകൾ പതിഞ്ഞതുപോലെ ഈ വിശ്വാസ ജീവിത യാത്രയിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ കണ്ണുകൾ പതിഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത, നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ആത്മീക സന്തോഷം, നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ എല്ലാ സ്വർഗീയ അനുഭവങ്ങളും അനുഭവിക്കുവാൻ, അതിൽ പ്രവേശിക്കുവാനുള്ള യാത്രയാകണം 2025 യാത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തുവാൻ എളുപ്പമാ, ഹല്ലേലൂയ. തട്ടിക്കളയാൻ എളുപ്പമാ, പ്രാപിപ്പാൻ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നെന്ന്, അല്ലാതെ ദൈവം ഹാനോക്കിന് കൂടെ നടന്നെന്നല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, 2025 ദൈവത്തോട് കൂടെ നടന്ന് നിത്യതയിൽ മറയുവാനുള്ള ജീവിതമാകണം. ഹല്ലേലൂയ. ഈ ആന്ധ്രാപ്രദേശിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പ്രത്യേക മീറ്റിംഗ് നടക്കാറുണ്ട്, വിശുദ്ധീകരണ പ്രാർത്ഥന. ഹല്ലേലൂയ. ഒരാഴ്ച അതാ വിശുദ്ധീകരണ പ്രാർത്ഥനയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, അത് പ്രത്യേകിച്ച് നമ്മളെ എന്നും വിശദീകരണം വേണ്ട, അത് എന്തെങ്കിലും അവർ അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. സ്തോത്രം. ഞാൻ പറയട്ടെ, അതുകൊണ്ട് ഈ ഒരു വർഷം നമുക്ക് അനുഗ്രഹത്തിന്റെ വർഷമായി തീരുമാറാകണം. ഹല്ലേലൂയ. ഒരു വാക്യം കൊണ്ട് വായിച്ച്, ഞാൻ ബൈബിൾ മടക്കിയതാണ് എങ്കിൽ പോലും ഒരു വാക്യം ഒന്ന് വായിച്ചു വിടുന്നത് നല്ലത് എനിക്ക് തോന്നിയാണ്. 11 എന്താ പറയുന്നത്, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകത്തിലേക്കൊരു വാക്യം, അതിൻ്റെ 11-ാം അധ്യായത്തിലെ ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. 11-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചത്. 11. അമനെ ആട്ടെ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ, 2025 ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ദൃഷ്ടി, ഹല്ലേലൂയ, നമ്മുടെ മേലിരിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെയുള്ള എല്ലാ വിശ്വാസ കുടുംബങ്ങളുടെ മേലും ഇരിക്കട്ടെ. ദൈവദാസന്റെ മേൽ, കുടുംബത്തിന് മേൽ ഇരിക്കട്ടെ. അല്ലെ, അങ്ങനെ ഒരു ആശീർവാദ വചനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2025 ഓരോ ദിനങ്ങളും സന്തോഷമുള്ളതാകട്ടെ, ആനന്ദമുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ. കാലേബിനും ജോഷുവയും പോലെ ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട്, ഹല്ലേലൂയ, ആ നിത്യതയിൽ മറയുവാൻ സ്വർഗസ്വനാകുന്ന ദൈവം നമുക്ക് ഇടയാക്കട്ടെ. അവിടെ ഇന്ന് പകൽക്കാലം ദൈവത്തോടെന്ന് പറഞ്ഞേ, കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളോടുള്ള നിന്റെ നീരസം ഒന്ന് മതിയാക്കണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇങ്ങനൊരു പ്രാർത്ഥന, ഹല്ലേലൂയ, നമുക്കുണ്ടാകണം. കർത്താവേ, എന്നോടുള്ള, ഹല്ലേലൂയ, നിന്റെ നീരസം ഒന്ന് മതിയാക്കുമാറാകണമേ. നമുക്ക് ദൈവസ്ഥലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നല്ല ദൈവിക ആലോചനകൾക്കായിട്ട് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഒരു വർഷം
ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാ നിലയിലും ആയിരിക്കാനായിട്ട്